അപ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡി എക്സ് ബൈ ഡി ടിനെ നമ്മൾ ഒരു തവണയും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തുവാ B1 ഒമേഗ അവിടെ തന്നെ നിൽക്കും. കോസ് ഒമേഗ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ ഒമേഗ വരും. അപ്പം ഇൻറ്റു പിന്നീട് ഒമേഗയും കൂടെ വരും. അപ്പോൾ എന്ത് വരും? മൈനസ് B1 ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി മൈനസ് ഓഫ് B2 അവിടെ ഉണ്ട്, ഒമേഗ അതുപോലെ ഉണ്ട്. സൈൻ ഒമേഗ ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് ഒമേഗ ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒമേഗ വരും. അപ്പോൾ B2 ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി എന്ന് വരും. അപ്പോൾ ഈ ഡി എക്സ് ബൈ ഡി ടിയും ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി നമ്മൾ എങ്ങോട്ട് ഇട്ട് കൊടുക്കണം? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ടുള്ള MX ഡബിൾ ഡോട്ട് പ്ലസ് CX ഡോട്ട് പ്ലസ് X ഇക്വൽ ടു 0 എന്ന് പറയുന്നതിനകത്ത് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇത് വളരെ ലെങ്തിയാണ്, അതുകൊണ്ടാണ് ഇത് ചെയ്ത് കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? M ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ടിന് വെച്ചാൽ എന്തുവാ? ഡി സ്കോർ എക്സ് ബൈ ഡി ടി സ്കോർ. അപ്പോൾ ഡി സ്കോർ എക്സ് ബൈ ഡി ടി സ്കോർ കിട്ടി നമ്മൾ എന്തുവാ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്? പ്ലസ് C ഇൻറ്റു എക്സ് ഡോട്ട് അല്ലേ? എക്സ് ഡോട്ട് എന്ന് വെച്ചാൽ എന്തുവാ? ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിച്ച് വെച്ച് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് പ്ലസ് എസ് ഇൻറ്റു എക്സ് അല്ലേ? എക്സ് നമ്മൾ എന്തുവാ? എക്സ് എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്ത് എന്തുവാ? B1 സൈൻ ഒമേഗ ടി പ്ലസ് B2 കോസ് ഒമേഗ ടി അല്ലേ? ഈക്വൽ ടു F0 കോസ് ഒമേഗ ടി. അങ്ങനെ നമ്മൾ അതിനെല്ലാം ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് സൈൻ ഒമേഗ ടി ടൈം എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കുന്നുണ്ട്. ഇവിടെ ഒരു സൈൻ ഒമേഗ ടി ഉണ്ട്, ഇവിടെ ഒരു സൈൻ ഒമേഗ ടി ഉണ്ട്, ഇവിടെ ഒരു സൈൻ ഒമേഗ ടി ഉണ്ട്. ആ 3 സൈൻ ഒമേഗ ടി നമ്മൾ ഒരുമിച്ച് എഴുതാൻ പോവാം. അപ്പോൾ ബാക്കി എന്തുണ്ട്? മൈനസ് B1 ഒമേഗ സ്ക്വയർ പിന്നെ എന്തുണ്ട് ബാക്കി? B2 C ഇൻറ്റു മൈനസ് ഓഫ് M ഇൻറ്റു B1 ഒമേഗ സ്ക്വയർ അതിവിടെ എഴുതി. ബാക്കി എന്തുണ്ട്? പ്ലസ് അല്ല മൈനസ് B2 ഒമേഗ അതല്ലേ? B2 ഒമേഗ നമ്മൾ ഇവിടെ എഴുതി. പിന്നെ എന്തുണ്ട് ബാക്കി? പിന്നെ സൈൻ്റെ B1 അല്ലേ? അതിന് കോമൺ ആയിട്ട് സൈൻ ഒമേഗ ടി കൊടുത്തു. പിന്നെ നമ്മൾ എന്തെടുക്കേണ്ടത്? കോസ് ഒമേഗ ടി ടൈം എല്ലാം സ്പെഷ്യൽ ചെയ്ത് എഴുതുക. അപ്പോൾ ഇവിടെ എന്തുവാ? മൈനസ് ഓഫ് MB2 ഒമേഗ സ്ക്വയർ പിന്നെ ഇവിടെ എന്തുവാ? C ഇൻറ്റു B1 ഒമേഗ. പിന്നെ ഇവിടുത്തെ കോസ് എന്തുവാ? B2 ഇൻറ്റു എസ്. ഇപ്പോൾ B2 ഇൻറ്റു എസ്. അപ്പോൾ ഈ കോമൺ ആയിട്ട് എന്ത് കൊടുക്കുക? കോസ് ഒമേഗ ടി കൊടുക്കുക. ബാക്കി എന്തുകൊണ്ട്? ഈക്വൽ ടു F0 കോസ് ഒമേഗ ടി എന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് ടൈം നോക്കി, ഈ ഒരു ടൈമിനകത്തുനിന്ന് ഇവിടെ B1 ഉണ്ട്, ഇവിടെ B1 ഉണ്ട്. അപ്പോൾ ഞാൻ B1നെ കോമൺ എടുക്കുമ്പോൾ വരും എസ് മൈനസ് M ഒമേഗ സ്ക്വയർ B1 മൈനസ് ഓഫ് ബാക്കി അതുപോലെ തന്നെ C ഒമേഗ B2 ഈ സൈൻ ഒമേഗ ടി നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് കോമൺ എടുത്ത് എഴുതി. ഇവിടെ നമ്മളത് നോക്കി, ഇവിടെ B2 ഉണ്ട്, ഇവിടെ B2 ഉണ്ട്. അപ്പോൾ ആ രണ്ട് B2 നമുക്ക് കോമൺ എടുത്ത് നോക്കി. അപ്പോൾ എന്ത് വരും? ഇവിടെ എസ് മൈനസ് M ഒമേഗ സ്ക്വയർ ബ്രാക്കറ്റ് B2 പ്ലസ് അഡീഷണലായിട്ട് എന്തുണ്ട്? B1 ഒമേഗ എന്ന് പറഞ്ഞ ടൈമുണ്ട്. പിന്നെ ഇൻറ്റു കോസ് ഒമേഗ 2 കോമൺ ആയിട്ട് അവിടെ ഓൾറെഡി ഉണ്ട്. ഇതിനെ നമുക്ക് ഈക്വൽ ടു നോക്കി F0 കോസ് ഒമേഗ ടി എന്നല്ലേ? ഇതിനെ എങ്ങനെ എഴുതാം? F0 കോസ് ഒമേഗ ടി പ്ലസ് F0 സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അതായത് സൈൻ ഒമേഗ ടി ഇവിടെയുണ്ട്, റൈറ്റ് സൈഡിലുണ്ട് സൈൻ ഒമേഗ 2 അല്ലേ? ലെഫ്റ്റ് സൈഡിൽ കോസ് ഒമേഗ ടി ഉണ്ട്, റൈറ്റ് സൈഡിലുണ്ട് കോസ് ഒമേഗ ടി. അപ്പോൾ LHS ഈക്വൽ ടു RHS ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള സൈൻ ഒമേഗ ടിയുടെയും റൈറ്റ് സൈഡിലുള്ള സൈൻ ഒമേഗ ടിയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിലുള്ള കോസ് ഒമേഗ ടിയും റൈറ്റ് സൈഡിലുള്ള കോസ് ഒമേഗ ടി തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സൈൻ ഒമേഗ ടി അല്ലേ? ഈ സൈൻ ഒമേഗ ടിയുടെ കോഎഫിഷ്യന്റ് എന്തുവാ? എസ് മൈനസ് M ഒമേഗ സ്ക്വയർ B1 മൈനസ് C ഒമേഗ 2. ഇവിടെ സൈൻ ഒമേഗ ടിയുടെ കോഎഫിഷ്യന്റ് എന്തുവാ? 0. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എസ് മൈനസ് M ഒമേഗ സ്ക്വയർ B1 മൈനസ് C ഒമേഗ B2 ഈക്വൽ ടു 0. ഇനി കോസ് ഒമേഗ 2 ഇവിടുത്തെ കോഎഫിഷ്യന്റ് എന്തുവാ? F0. ഇവിടുത്തെ കോഎഫിഷ്യന്റ് എന്തുവാ? C ഒമേഗ B1 പ്ലസ് എസ് മൈനസ് M ഒമേഗ സ്ക്വയർ B2 അല്ലേ? അപ്പോൾ അത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? C ഒമേഗ B1 പ്ലസ് എസ് മൈനസ് M ഒമേഗ സ്ക്വയർ B2. ഇവിടെ എന്തോ ചെയ്യുന്നത് മനസ്സിലായി? LHSൻ്റെയും RHSൻ്റെയും സൈൻ ഒമേഗ ടിയുടെയും കോഎഫിഷ്യൻറ്റുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ സൈൻ ഒമേഗ ടിയുടെ കോഎഫിഷ്യൻറ്റ് ഇതാണ്, ഇവിടെ സൈൻ ഒമേഗ ടിയുടെ കോഎഫിഷ്യൻറ്റ് 0 ആണ്, ഇവിടെ കോസ് ഒമേഗ ടിയുടെ കോഎഫിഷ്യൻറ്റ് F0 ആണ്, ഇവിടെ കോസ് ഒമേഗ ടിയുടെ കോഎഫിഷ്യൻറ്റ് ഇതാണ്. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് ഇക്വേഷൻ 1 എന്നും കൊടുത്ത് ഇക്വേഷൻ 2 എന്നും കൊടുത്ത്. അപ്പോൾ ഇക്വേഷൻ 1 നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷൻ 1 ഇതിന് നമുക്ക് റൈറ്റ് സൈഡിൽ കണ്ടു. അപ്പോൾ B2ൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? B2 ഈക്വൽ ടു എസ് മൈനസ് M ഒമേഗ സ്ക്വയർ ബൈ C ഒമേഗ ഇൻറ്റു B1 എന്ന് നമുക്കിവിടെ കിട്ടും. ആ B2 നമ്മൾ എങ്ങോട്ട് ഇട്ട് കൊടുക്കണം?
ഈ ഇക്വേഷൻ 2-നകത്തോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവുക. അപ്പോൾ എന്ത് വരും? സി ഒമേഗ B1 പ്ലസ് എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ B2ൻ്റെ വാല്യൂ ഇവിടെ കിട്ടിയല്ലോ. ഈ B2 എങ്ങോട്ട് ഇട്ട് കൊടുക്കുക? ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ അവിടെ ഉണ്ട്. പിന്നെ ബാക്കി ഇൻറ്റു B2ൻ്റെ വാല്യൂ എന്തുവാ? എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ B1 ഡിവൈഡ് ബൈ സി ഒമേഗ ഈസിക്കൽ ടു എന്തുണ്ട്? ഈസിക്കൽ ടു F0 ഇവിടെ നമുക്ക് ഉണ്ട് അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്തതെന്ന് നോക്കിയാൽ ഈ സി ഒമേഗ സ്കോർ സി ഒമേഗ സ്കോർ നമ്മൾ താഴെ സി ഒമേഗ ഉണ്ടല്ലോ, ആ സി ഒമേഗ നമ്മളങ്ങ് മൊത്തത്തിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? സി സ്കോർ ഒമേഗ സ്കോർ B1 അല്ലേ, പ്ലസ് ഇവിടെ എന്ത് വരും? എസ് മൈനസ് ഒമേഗ സ്കോർ എസ് മൈനസ് എം ഒമേഗ അത് രണ്ടും കൂടി ചേർത്തിട്ട് എസ് മൈനസ് എം ഒമേഗ സ്കോർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു B1 ഇതാ. പിന്നെ എന്തുവരും? F0 ഇൻറ്റു സി ഒമേഗ എന്ന് വരും. അപ്പോൾ ഇതിനകത്തൊന്ന് B1 നമുക്ക് കോമൺ എടുക്കാമല്ലോ. അപ്പോൾ ഈ B1 കോമൺ എടുക്കുമ്പോൾ എന്തുവരും? സി സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് എസ് മൈനസ് എം ഒമേഗ സ്കോർ ഇൻറ്റു ബ്രാക്കറ്റ് B1 ഈസിക്കൽ ടു സി ഒമേഗ F0 എന്ന് കിട്ടും. അപ്പോൾ B1ൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. B1 ഈക്വൽ ടു എന്ത് കിട്ടും? ഈ ഇതിനെ താഴോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്തുവാ? സി ഒമേഗ F0 ഡിവൈഡ് ബൈ സി സ്കോർ എം ഒമേഗ സ്കോർ പ്ലസ് എസ് മൈനസ് എം ഒമേഗ സ്കോർ ദ ഹോൾ സ്കോർ എന്ന് കിട്ടും. അപ്പോൾ ഈ B1ൻ്റെ വാല്യൂയും കിട്ടി, B2ൻ്റെ വാല്യൂയും കിട്ടി. അപ്പോൾ നമുക്ക് എന്നാ ചെയ്യണം? ഈ B2ൻ്റെ വാല്യൂക്കകത്തോട്ട് ഈ B1 കിടക്കില്ല, B1 ടൈംസ് അല്ലേ B2 കിടക്കുന്നത്. അപ്പോൾ ഈ B2 എടുത്തിട്ട് അപ്പോൾ നമുക്ക് ഈ കിട്ടിയ B1 നമ്മൾ എങ്ങോട്ട് ഇട്ട് കൊടുക്കുക? ഈ B2-നകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ B2ൻ്റെ എന്ത് വരും? B2 ഈക്വൽ ടു എസ് മൈനസ് എം ഒമേഗ സ്കോർ ബൈ സി ഒമേഗ ഇൻറ്റു B1. ഈ കിട്ടിയ B1 നമ്മൾ എങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്? സി ഒമേഗ F0 ബൈ സി സ്കോർ ഒമേഗ സ്ക്വയർ മൈനസ് എസ് മൈനസ് എം ഒമേഗ സ്കോർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. അതിനെ നമ്മൾ എന്നാ ചെയ്യുന്നു? എന്നിട്ട് ഈ സി ഒമേഗയോട് തമ്മിൽ വെട്ടിപ്പോകുന്നു. അവസാനം എന്ത് കിട്ടുന്നത്? F0 എഴുതി, എസ് മൈനസ് എം ഒമേഗ സ്കോർ എഴുതി. പിന്നെ ബടിയിൽ എന്തുണ്ട്? സി സ്കോർ ഒമേഗ സ്കോറും ഉണ്ട്, എസ് മൈനസ് എം ഒമേഗ സ്കോറും ഉണ്ട്. അപ്പോൾ B1ൻ്റെ B2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷനോട് നമ്മൾ അസ്യൂം ചെയ്ത് എന്തുമായിരുന്നു? x2 ഇസിക്കൽ ടു അല്ലേ, കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ x2 ഇസിക്കൽ ടു B1 സൈൻ ഒമേഗ ടി പ്ലസ് B2 കോസ് ഒമേഗ ടി. ഇപ്പോൾ B1ൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കിട്ടി. ആ ഇക്വേഷൻ നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. B1 ഇസിക്കൽ ടു സി ഒമേഗ F0 ഇൻറ്റു F0 ഡിവൈഡ് ബൈ സി സ്കോർ ഒമേഗ സ്കോർ പ്ലസ് എസ് മൈനസ് എം ഒമേഗ സ്കോർ ഹോൾ സ്കോർ സൈൻ ഒമേഗ ടി ഇവിടെ കിടപ്പുണ്ട്. പ്ലസ് B2ൻ്റെ നമുക്ക് കിട്ടിയല്ലോ, ആ B2ന് കിട്ടിയ വാല്യൂ നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ബാക്കി എന്തുണ്ട്? കോസ് ഒമേഗ ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ കോമൺ എടുക്കാമെന്ന് നോക്കി. F0 കോമണാണ് അല്ലേ. പിന്നെ എന്താ? സി സ്ക്വയർ ഒമേഗ സ്കോർ പ്ലസ് എസ് മൈനസ് എം ഒമേഗ സ്കോർ ഹോൾ സ്കോർ കോമണാണ് ഡിനോമിനേറ്റർ. അപ്പോൾ അതങ്ങ് കോമൺ എടുക്കുന്നത്. ബാക്കി എന്ത് വരും? ബാക്കി എന്ന് പറഞ്ഞ് ഇവിടെ സി ഒമേഗ ഉണ്ട്, പിന്നെ സൈൻ ഒമേഗ. അപ്പോൾ സി ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് എസ് മൈനസ് എം ഒമേഗ സ്കോർ കോസ് ഒമേഗ ടി. അപ്പം നോക്കിയേ, ഇതിപ്പം ഈ ഒരു സി ഒമേഗയ്ക്ക് നമ്മൾ എക്സ് സൈൻ ഫൈ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാം. എസ് മൈനസ് എം ഒമേഗ സ്കോർ എക്സ് കോസ് ഫൈ നമ്മൾ എന്തിനാണ് കൊടുക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫോർമാറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ നമുക്ക് സൈൻ എ സൈൻ ബി പ്ലസ് കോസ് ബി എന്ന ഫോർമാറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു ഐഡൻറ്റിറ്റി ട്രിഗണോമെട്രിക് എന്തുവാ? സൈൻ എ സൈൻ ബി പ്ലസ് കോസ് ബി അല്ലേ. സൈൻ എ സൈൻ ബി പ്ലസ് കോസ് ബി എന്ന ഫോർമാറ്റ് കൊണ്ടുവരണം. അപ്പോൾ ഇത് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സൈൻ ഫംഗ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ സി ഒമേഗയ്ക്ക് എക്സ് സൈൻ ഫൈ എന്ന് കൊടുക്കുന്നത്, എസ് മൈനസ് എം ഒമേഗ സ്കോർ എക്സ് കോസ് ഫൈ എന്ന് കൊടുക്കുന്നു ആണല്ലോ. ഇതിനെ നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചേക്കാം. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടി വരും. ഇതിനെ ഈ രണ്ട് ഇക്വേഷനെ ഞാൻ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ സി ഒമേഗയുടെ സ്കോർ ചെയ്യുമ്പോൾ സി ഒമേഗ ദ ഹോൾ സ്ക്വയർ, പിന്നെന്തുവാ? എസ് മൈനസ് എം ഒമേഗ സ്കോർ ചെയ്യുമ്പോൾ എസ് മൈനസ് എം ഒമേഗ സ്കോർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ സി ഒമേഗ സ്കോർ പ്ലസ് എസ് മൈനസ് എം ഒമേഗ ഹോൾ സ്ക്വയർ ആകുമ്പോൾ സി ഒമേഗ ഹോൾ സ്ക്വയർ എന്തുവാ? എക്സ് സ്ക്വയർ സൈൻ സ്ക്വയർ 5. അപ്പോൾ എക്സ് സ്ക്വയർ സൈൻ സ്ക്വയർ 5 പ്ലസ് എസ് മൈനസ് എം ഒമേഗ സ്കോർ എന്തുവാ? എക്സ് കോസ് 5. അതിന് സ്കോർ ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ കോസ് സ്ക്വയർ. അപ്പോൾ സൈൻ സ്കോർ 5 പ്ലസ് കോസ് സ്ക്വയർ 5 എന്തുവാ? 1. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് സി സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും.
അപ്പോൾ നമുക്ക് ടാൻ 5 ആണ്. 5 എന്ന് എന്തുമായിരിക്കും? 5 ഇവിടെ നിന്ന് നമുക്ക് പറയാം. 5 എന്ന് വെച്ചാൽ എന്തുമായിരിക്കും? നമുക്ക് സൈൻ 5 ബൈ കോസ് 5 നമ്മൾ ഇതിനെ അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. എക്സ് സൈൻ 5 ബൈ എസ് കോസ് 5 നമ്മൾ എടുക്കുമ്പോൾ ഈ എക്സ് സൈൻ 5 എന്തുവാ? സി ഒമേഗ അല്ലേ. എക്സ് കോസ് 5 എന്തുവാ? എസ് മൈനസ് എം ഒമേഗ. അപ്പോൾ 5 എന്തുമായിരിക്കും? ടാൻ ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് സി ഒമേഗ ബൈ എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ ആയിരിക്കും നമ്മുടെ 5. അപ്പോൾ നമ്മൾ ഈ x2 കോമൺ എടുത്ത് വെച്ചല്ലോ. കോമൺ എടുത്ത് വെച്ച് നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാം. സി ഒമേഗയ്ക്ക് എന്തുവാ? എക്സ് സൈൻ 5 കൊടുത്തു. സി ഒമേഗയ്ക്ക് എസ് സൈൻ 5 കൊടുത്തു. പിന്നെന്തുവാ? ഇവിടെ നമ്മൾ എസ് മൈനസ് എം ഒമേഗ കൂടെ എക്സ് കോസൈൻ കൊടുത്തു. അപ്പോൾ നോക്കിയേ, എക്സ് നമുക്ക് ഇവിടെ നിന്ന് കോമൺ എടുക്കാം. അപ്പോൾ F0 എക്സ് ഇൻറ്റു കിടക്കും. ബാക്കി എന്തുവാ? സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി എന്ന് വെച്ചാൽ എന്തുവാ? കോസ് എ മൈനസ് ബി. ആ ഒരു ഫോർമാറ്റ് നമുക്ക് വരും. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? F0 എക്സ് ഡിവൈഡ് ബൈ ഇവിടെ ബാക്കി എന്തുണ്ട്? സി സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇതിനെങ്ങനെ കോസ് ഒമേഗ ടി മൈനസ് 5 നമുക്ക് എഴുതാം അല്ലേ. ഈ എക്സിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തിരിച്ചിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പോൾ എന്താ? റൂട്ട് ഓഫ് സി സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇല്ലേ. അപ്പോൾ നോക്കി ഇവിടെ ഈ മുകളിൽ ഈ ടൈം ആ താഴെ ഈ ടൈം, പക്ഷേ ഈ മുകളിൽ റൂട്ടാണ് വ്യത്യാസമില്ലേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ വെട്ടി പോകുമ്പോൾ എന്ത് വരും? F=F0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് സി സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി മൈനസ് 5. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്തുവാ? x=x1 പ്ലസ് x2 അതായത് കോംപ്ലിമെൻ്ററി ഫംഗ്ഷനായ x1ഉം പർട്ടിക്കുലറായ x2 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ ഫസ്റ്റിലേ തുടങ്ങി എഴുതി വെച്ചായിരുന്നു. എക്സ് നമ്മൾ നേരത്തെ പഴയ ഡെറിവേഷൻ അത് കടമെടുത്ത് x=x1 = x ടോ ഒമേഗ എൻ ഇൻറ്റു ടി സൈൻ ഒമേഗ ഡി ടി പ്ലസ് 5. x1 നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്ത് എന്തുവാ? F0 ബൈ റൂട്ട് ഓഫ് സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ഡി ടി പ്ലസ് 5. ഇതിനകത്ത് നമ്മൾ ആക്ച്വൽ പ്രാക്ടീസ് എടുക്കുമ്പം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എഫക്റ്റ് ഈ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കൊണ്ട് കോംപ്ലിമെൻ്ററിൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂ വളരെ ചെറുതാണ്. അപ്പോൾ അത് നമ്മൾ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്ക് എന്ത് മാത്രം എടുത്താൽ മതി? ഈ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ മാത്രം എടുത്താൽ മതി നമ്മൾ പറയുക. അപ്പോൾ എങ്ങനെ വരും ഇക്വേഷൻ? x=F0 ബൈ റൂട്ട് ഓഫ് സി സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് എസ് മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഹോൾ സ്ക്വയർ കോസ് ഒമേഗ ടി മൈനസ് 5. അപ്പോൾ ഇതെന്താണ്? ഫോഴ്സ്ഡ് ഡാംപ്ഡ് ഓസിലേഷൻ്റെ റെസ്പോൺസാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ വരും? x=F0 ബൈ റൂട്ട് ഓഫ് സി സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ കോസ് ഒമേഗ ടി മൈനസ് 5. ഈ കോസ് ഒമേഗ ടി മൈനസ് 5 എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് എന്തുവാ? അതൊരു പീരിയോഡിക് ഫംഗ്ഷനാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ടേം. ഇതെന്തുവാ? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലേ. ഈ x=x0 കോസ് ഒമേഗ ടി മൈനസ് 5 എന്നല്ലേ നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ ഇതെന്തുമായിരിക്കും? x0യുടെ സ്ഥാനത്ത് കിടക്കുന്നത് എന്തുവാ? F0 ബൈ റൂട്ട് ഓഫ് സി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതെന്താണ്? മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്തുമായിരിക്കും? എക്സ് മാക്സ് F0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ റെസ്പോൺസ് ഓഫ് ഫോഴ്സ്ഡ് ഡാംപ്ഡ് വൈബ്രേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് ഈ ഫോമുല വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊരു ലെങ്തി ഡെറിവേഷൻ ആയതുകൊണ്ടാണ് എനിക്കിത് ചെയ്ത് കാണിക്കാൻ പറ്റാവുന്നത്. എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നോട് ഗ്രൂപ്പിൽ ചോദിക്കുക. ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. നമുക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 5ാമത്തെ മോഡ്യൂളിലുള്ള തിയററ്റിക്കൽ പോർഷൻ ഓൾമോസ്റ്റ് തീരാറായി. 2 ടോപ്പിക് കൂടെ ഉള്ളൂ. അതായത് ഒന്ന് ട്രാൻസ്മിസിബിലിറ്റി ഉണ്ട്, ഒന്ന് ബീറ്റ് ഫിനോമിന. അങ്ങനെ 2 ഫിനോമിനെ കൂടെ കഴിഞ്ഞാൽ നമ്മൾ തിയററ്റിക്കൽ പോർഷൻ മൊത്തം കംപ്ലീറ്റ് കവർ ചെയ്യും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഫുള്ളൊരു സമ്മർ പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രോബ്ലം സെക്ഷനിലോട്ട് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കുറവ് വല്ലതും ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ.